ഞങ്ങളുടെ ഫുൾ ഫാമിലി മാസങ്ങളായിട്ട് കാത്തിരുന്ന പൊന്നുവിൻ്റെ കല്യാണ ദിവസം എത്തി. ഇത് കല്യാണ തലേന്നത്തെ വധുഗൃഹത്തിലെ കുറച്ച് വിഷ്വൽസാണ്. ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ് നടക്കുന്നത്. തലേ ദിവസം ഒരു 4 മണിയോട് കൂടിയിട്ടാണ് മുതിർന്നവർക്കുള്ള ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് ആരംഭിച്ചത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. വിവാഹം നടക്കുന്ന കൺവെൻഷൻ ഹാൾ പൊന്നുവിൻ്റെ വീടിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ദക്ഷിണ കൊടുക്കൽ ചടങ്ങിന് ശേഷം ബാക്കിയുള്ള ആഘോഷ പരിപാടികളെല്ലാം നടക്കുന്നത് അവിടെയാണ്. ഭക്ഷണവും എല്ലാം അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് രാത്രി. അപ്പോൾ സന്ധ്യയോട് കൂടിയിട്ട് എല്ലാവരും അങ്ങോട്ട് നീങ്ങി. എൻ്റെ മകളെ പറ്റി പറയാൻ എനിക്കൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ഈ നടക്കുന്ന ഈ ഫംഗ്ഷൻ അത് നിങ്ങളുടെ എല്ലാവരുടേതാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് എല്ലാത്തിനും സഹകരിച്ചതിന് ഞാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആട്ടവും പാട്ടും ഗെയിമുകളും ഒക്കെ ആയിട്ടുള്ള ഏതാനും ആഘോഷ നിർഭരമായിട്ടുള്ള മണിക്കൂറുകൾക്ക് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. പിറ്റേന്നാണ് ആ സുദിനം. അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട്. അനുഗ്രഹം വർഷിക്കുന്ന ദേവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിദേവനെയും ബന്ധുമിത്രാദികളെയും എല്ലാം സാക്ഷി നിർത്തി സ്വപ്നം കാണുന്ന വിടർന്ന കണ്ണുകളുമായി നിൽക്കുന്ന പൊന്നുവിൻ്റെ കഴുത്തിൽ നിറഞ്ഞ മനസ്സോടെ അഭിജിത്ത് താലി ചാർത്തി. നേരത്തെ എത്തിയ കാലവർഷത്തിൽ കുതിർന്നു നനഞ്ഞ അമ്പലമുറ്റത്തിലൂടെ നടന്ന് പരസ്പരം കൈകോർത്തിട്ടുള്ള അവരുടെ ജീവിതയാത്ര ആരംഭിച്ചു. ഇനിയുള്ള ചടങ്ങുകൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെ എത്തിച്ചേരുന്ന കരിമ്പ കൺവെൻഷൻ ഹാളിൽ വെച്ചിട്ടാണ്. അങ്ങനെ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തുന്ന വരനെയും വധുവിനെയും സ്വീകരിക്കാനായിട്ട് സദസ്സും വേദിയും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ശേഷമുള്ള കാഴ്ചകൾ കണ്ടു.
ചടങ്ങുകൾക്ക് ശേഷം വധൂവരന്മാർ വധുഗൃഹത്തിലെത്തി. ആരതിയും നിലവിളക്കുമൊക്കെ ആയിട്ട് മരുമകനെ വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ പുറത്ത് കാലവർഷം തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതേപോലെ പൊന്നുവിനും അഭിജിത്തിനും ആശംസകൾ അറിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്തണേ. അതേപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അഭിജിത്ത് സമ്മാനിച്ച മംഗല്യ പുടവ ചുറ്റി പൊന്നു അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയാവാൻ തയ്യാറെടുക്കുകയാണ്. പൊന്നുവിന് യാത്രയപ്പ് സമ്മാനമായിട്ട് കിട്ടിയ നൃത്ത വിരുന്നാണത്. പുറത്ത് എപ്പോഴും നിലയ്ക്കാത്ത മഴയുടെ താളവും ഉണ്ടായിരുന്നു.